ഹായ്, ഇന്ന് നമ്മളൊരു സൈക്കിളാണ് നിർമ്മിക്കുന്നത്. ബാമ്പു വെച്ചിട്ടാണ്, നമ്മുടെ ഓടമുള ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സൈക്കിൾ നിർമ്മിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സൈക്കിൾ നിർമ്മിച്ചെടുക്കാം. അപ്പോൾ ഈ സൈക്കിൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം, എന്നിട്ട് വീഡിയോ നോക്ക്. ആദ്യം ഒരു പലകയിൽ നിന്നും ഇതേപോലെയുള്ള 2 റൗണ്ട് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ 2 ഹോസ് പീസ് എടുക്കുന്നുണ്ട്. 1,20 ആണ് ഇതിൻ്റെ നീളം. 1 മീറ്റർ 20 സെൻറ്റിമീറ്റർ ആണ് 2 ഹോസ് പീസിൻ്റെയും നീളം. പിന്നെ നമ്മൾ ഇതേപോലെ 2 ചെറിയ PVC പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് PVC ആണ് നമ്മൾ എടുത്തത്, 1 ഇഞ്ചിൻ്റെത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഹോസ് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 2 ഹോസ് പീസുകളും നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ റൗണ്ട് ചെയ്തെടുത്ത ഹോസ് പീസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ജോയിൻറ്റ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ജോയിൻറ്റ് ഒട്ടിക്കുന്നത്. ഇനി നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത നമ്മുടെ വുഡ് പീസ് നടുവിൽ വെച്ചുകൊണ്ട് നമ്മുടെ അതിന് എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് വരുന്ന രീതിയിലുള്ള 6 ഇലക്ട്രിക് PVC പൈപ്പുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ കള്ളിയും ഒരേ ഗ്യാപ്പ് വരുന്ന രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. ഒരു ഭാഗത്ത് നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമ്മളത് തിരിച്ചു വെച്ച് മറുഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ 2 ഓടമുളയുടെ പീസുകൾ എടുക്കുന്നുണ്ട്. ഒന്ന് വണ്ണം കൂടിയ മുളയാണ്, അതിനേക്കാളും വണ്ണം കുറഞ്ഞതാണ് നമ്മൾ രണ്ടാമത്തെ പീസ് എടുത്തത്. അപ്പോൾ ഇതിൽ 2 മുട്ട നീളമാണ് നമ്മൾ ഇതിന് എടുത്തത്. അപ്പോൾ അതായത് വണ്ണം കുറഞ്ഞ മുള നമുക്ക് ഇതിനുള്ളിലൂടെ കയറ്റാനുള്ളതാണ്. അതുകൊണ്ട് ഒന്ന് വണ്ണം കൂടുതലുള്ളതും ഒന്ന് വണ്ണം കുറഞ്ഞതുമാണ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ നമ്മുടെ വീല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ വീല് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അതായത് ഈ വീലിൻ്റെ പാതി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ വലിയ മുള, അതായത് ആദ്യം വണ്ണം കൂടിയ മുളയുടെ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ ആ മുളയുടെ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് നമ്മുടെ വീല് ഇതേപോലെ വെച്ചുകൊണ്ട്, അതായത് വീലിൻ്റെ പാതി ഇതിന് നമ്മുടെ മുളയുടെ അവസാനം വരുന്ന രീതിയിൽ വെച്ചുകൊണ്ട് ഈ വീലിൻ്റെതായി ഇതിനേക്കാളും ഒരു മുൻഭാഗത്തേക്ക് 1 ഇഞ്ച് മുൻഭാഗത്തേക്ക് നമ്മളൊന്ന് അടയാളപ്പെടുത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അവിടെ ആ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമുക്കൊരു ഹോള് തയ്യാറാക്കണം. അപ്പോൾ ഇതേപോലെയുള്ള ബിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹോള് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം കറക്റ്റ് വെച്ചതിന് ശേഷം ഒരു ഭാഗത്ത് നമ്മൾ ഹോള് തയ്യാറാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളത് തിരിച്ച് വെച്ച് അതിൻ്റെ മറുഭാഗത്തും നമ്മൾ ഹോള് തയ്യാറാക്കും. അപ്പോൾ 2 ഭാഗവും നമ്മൾ ഹോള് തയ്യാറാക്കി. ഇനി നമ്മുടെ ഈ ഹോളിൻ്റെ താഴോട്ട് വരുന്ന ഭാഗം, കീഴോട്ട് വരുന്ന ഭാഗം നമുക്ക് ഇതേപോലെ ചീന്തി ആ ഭാഗം നമുക്ക് എടുത്തു മാറ്റണം. ഇതേപോലെ. അപ്പോൾ ഇതിൻ്റെ മറുഭാഗവും നമുക്ക് ഇതേപോലെ തന്നെ ചീന്തി എടുത്തു മാറ്റാം. അപ്പോൾ 2 സൈഡും കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമ്മൾ ഈ രൂപത്തിൽ അത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു വീല് ഫിറ്റ് ചെയ്യാനുള്ള ഭാഗമാണിത്. ഇനി നമുക്ക് ഇത് രണ്ടാമത്തെ പീസ്, അതായത് നമ്മുടെ വണ്ണം കുറഞ്ഞ പീസ് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. അതിന് ആദ്യം വേണ്ടത് വണ്ണം കൂടിയ പീസിനേക്കാൾ ഒരു 2 ഇഞ്ച് കുറഞ്ഞ നീളത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആദ്യം നമ്മൾ പീസിന് ചെയ്തതുപോലെ തന്നെ ഈ പീസിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസും നമ്മൾ ഒരേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വീല് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് വണ്ണം കൂടിയ മുളയുടെ മുൻഭാഗത്ത് ഇതേപോലെ നമ്മുടെ വണ്ണം കുറഞ്ഞ മുള കടക്കുന്ന രീതിയിൽ ഒരു ഹോൾ തയ്യാറാക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതൊന്ന് വെച്ചിട്ട് അടയാളപ്പെടുത്തിയെടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഹോള് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ഒരു ഭാഗത്ത് കറക്റ്റ് വെച്ചതിന് ശേഷം ഒരു ഭാഗത്ത് ഹോൾ തയ്യാറാക്കിയതിന് ശേഷം തിരിച്ച് വെച്ച് നമുക്ക് മറുഭാഗത്ത് ഹോൾ തയ്യാറാക്കാം. അപ്പോൾ ഒരു ഭാഗം നമ്മൾ ഹോൾ തയ്യാറാക്കി. ഇനി ഇത് തിരിച്ച് വെച്ചിട്ട് നമുക്ക് മറുഭാഗത്തും ഇതേ അളവിൽ തന്നെ കറക്റ്റിൽ നമുക്ക് ഹോൾ തയ്യാറാക്കാം. അപ്പോൾ അത് ഹോള് നമ്മൾ തയ്യാറാക്കി. ഇനി നമുക്ക് ചെറിയ മുള വലിയ മുളയുടെ ഉള്ളിലൂടെ നമുക്ക് ഇതേപോലെ കടത്തിയെടുക്കാം. ഇതേപോലെയാണ് നമുക്ക് കടത്തി എടുക്കേണ്ടത്. അപ്പോൾ തൽക്കാലം നമുക്കിത് അയച്ചു വെക്കാം. അതിനുശേഷം നമ്മൾ മറ്റൊരു മുളയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഇതേപോലുള്ള ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പിറകു ഭാഗത്ത്, അതായത് ഇതിൻ്റെ വലിയ മുളയുടെ പിറകു ഭാഗത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ഒരു 2 ഇഞ്ച് മുൻഭാഗത്തേക്കായിട്ട് നമുക്ക് ഇതിനും ഒരു ഹോൾ തയ്യാറാക്കണം. അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തിയ ശേഷം ആ ഹോൾ നമുക്ക് തയ്യാറാക്കാം. ഒരു ഭാഗം നമ്മൾ ഹോൾ തയ്യാറാക്കി. ഇനി തിരിച്ച് വെച്ചുകൊണ്ട് നമുക്ക് മറുഭാഗത്ത് ഇതേ അളവ് തന്നെ ഹോൾ തയ്യാറാക്കാം. അപ്പോൾ ഹോള് നമ്മൾ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഈ മുളയും നമുക്ക് ഇതേപോലെ കടത്തി വെക്കാനാണ്. ഇനി നമുക്ക് തായ്ഭാഗത്ത് ഇതിൻ്റെ നമുക്ക് വീല് ഫിറ്റ് ചെയ്യാനുള്ള ഭാഗത്ത് ഹോൾ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ പീസുകൾ രണ്ടും ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളുകളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ മുൻഭാഗത്ത് വെച്ച മുളയുടെക്കാളും ഒരു 2 ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ ബാക്ക് ഭാഗത്ത് വെച്ച മുള വെച്ചത്. അപ്പോൾ ഈ 2 പീസും ഫിറ്റ് ചെയ്യാനുള്ള ഹോളുകളൊക്കെ നമ്മൾ തയ്യാറാക്കി. ഇനി ഇതിൽ നമ്മുടെ മരത്തിൻ്റെ ആണി, അതായത് നമ്മുടെ ഉണങ്ങിയ കവുങ്ങിൻ്റെ പീസ് കൊണ്ടാണ് നമ്മൾ ഈ ആണി തയ്യാറാക്കിയത്. അത് വെച്ച് നമുക്കിത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് നിന്നും ഇത് തായ്ഭാഗം കടന്നു പോകുന്നത് വരെ നമ്മളത് അടിച്ച് താഴ്ത്തുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 2 ഭാഗത്തെയും കൂടുതലുള്ള ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റാം. മുൻഭാഗത്തെ മുളയുടെ പീസ് നമ്മൾ ആണി കൊടുത്ത് ഉറപ്പിച്ചു. അതേപോലെ തന്നെ നമ്മൾ പിറകുവശത്തെ മുളയുടെ പീസും ആണി കൊടുത്ത് ഉറപ്പിച്ചു. അതിനുശേഷം ആണിയുടെ ഭാഗത്ത് നമ്മൾ ഫെവിക്കോൾ ഇതേപോലെ 2 സൈഡിലും നമ്മൾ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീല് റെഡിയാക്കി എടുക്കണം. അപ്പോൾ വീല് നമ്മളൊന്ന്, അതായത് നമ്മുടെ ഹോസിനൊക്കെ നമ്മളൊന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ സ്പ്രേ പെയിൻ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 വീലിനും നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ സ്റ്റീൽ വാഷർ വാങ്ങിയിട്ടുണ്ട്, വലിയ വാഷർ. അപ്പോൾ ഇത് 4 എണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് ടയറിൻ്റെ, അതായത് നടുഭാഗത്ത്, അതായത് നമ്മുടെ വീലിൻ്റെ നടുഭാഗത്ത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ 2 ഭാഗത്തും നമ്മൾ ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കും. ഇനി നമ്മൾ കട്ട് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ച നമ്മുടെ മുളയുടെ പീസ് എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 2 ഭാഗത്തായിട്ട് നമ്മുടെ വീലുകൾ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീലിന് ഉള്ളിൽ നമുക്ക് കറക്റ്റ് നിൽക്കാൻ വേണ്ടി നമ്മൾ 2 ചെറിയ PVC പൈപ്പിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതിനുള്ളിൽ ഇതേപോലെ നീക്കി വെച്ച് നമുക്ക് നെട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് 2 ഭാഗത്തായിട്ട് നമ്മൾ വീലുകൾ ഫിറ്റ് ചെയ്തു. ഇനി നമുക്കിതിന് സീറ്റ് ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓടയുടെ പീസ് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സീറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയുള്ള 1 ഇഞ്ചിൻ്റെ ഒരു ഇലക്ട്രിക് PVC T ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത നമ്മുടെ മുളയുടെ അടിഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ സൈഡിൽ നമ്മൾ കൂടുതൽ ബലത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലൂ ഗണ്ണും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫെവിക്വിക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈഡ് ഭാഗത്ത് നമ്മൾ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ ബലത്തിന് വേണ്ടി. സീറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി നമുക്കിതിന് ഹാൻഡിൽ ഫിറ്റ് ചെയ്യാം. ഹാൻഡിലിന് വേണ്ടിയിട്ട് നമ്മുടെ ഓടമുളയുടെ പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഹാൻഡിൽ നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് അടിഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ പെഡൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പീസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനുള്ളിൽ നമുക്ക് ഒരു വുഡിൻ്റെ പീസ് നമ്മൾ കയറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വുഡ് പീസ് കയറ്റുന്നത്. അതിനുശേഷം നമുക്ക് ഈ പീസ് അതിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇനി നമ്മൾ ഇതേപോലെ 2 പെഡൽ പീസുകൾ നമ്മൾ ഓടയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനായിട്ടൊരു സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഹോൾ തയ്യാറാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു കമ്പ് എടുത്തിട്ടുണ്ട്. ആ കമ്പിൻ്റെ അടിഭാഗത്ത് നമ്മളിത് ഓടയുടെ പീസ് തന്നെ ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നെട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ട് ഈ സ്റ്റാൻഡ് നമ്മൾ ഈ സൈഡിലായിട്ട് ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാൻഡും ഫിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ പണിയൊക്കെ പൂർത്തിയായി. ഇനി നമുക്കിത് പോളിഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീക്കാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ സ്ലീക്ക് അടിച്ചു കൊടുക്കുന്നു. പോളിഷ് ചെയ്ത ശേഷം നമ്മൾ ഇത് ഉണങ്ങാൻ വെച്ചതാണ്. അപ്പോൾ നല്ല വെയിലത്താണ് നമ്മൾ വെച്ചത്, പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പോളിഷൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുൻഭാഗത്ത് നമ്മളൊരു ഇതേപോലെ ഒരു ബാസ്ക്കറ്റ് കൊടുത്തുകൊണ്ട് നമ്മളൊരു ഫ്ലവർ വെക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മളൊരു ചെറിയ പോട്ടാണ് ഉപയോഗിക്കുന്നത്, പ്ലാസ്റ്റിക് പോട്ട്. ഈ പോട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഫ്ലവർ അല്ലാതെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെക്കാനും കഴിയും. അപ്പോൾ നമ്മുടെ സൈക്കിൾ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മൾ ഓടമുള കൊണ്ട് നമ്മൾ നിർമ്മിച്ചെടുത്താണ്. ഇത് നമ്മുടെ സ്വീകരണ മുറിയിൽ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലൊക്കെ ഒരു സൈഡിൽ ഇതേപോലെ ഫ്ലവറൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് വെച്ചാൽ അതാ കിടുവല്ലേ, അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.